പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. പെട്രോ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടു പാലക്കൽ കോറെപ്പിസ്കോപ്പ. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കറുത്ത ഉപ്പായവും കാപ്പായും, കറുത്ത ഉപ്പായും വർണ്ണശബളമായ കാപ്പായും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. യാക്കോബായ സഭയിലെ പട്ടക്കാരുടെ അംശവസ്ത്രമാണ് കറുത്ത ഉപ്പായം. അന്തോക്യൻ പാരമ്പര്യത്തിൽപ്പെട്ട വൈദികരുടെ വസ്ത്രമാണത്. ഇത് ദുഃഖത്തിൻ്റെ അടയാളമാണ് കറുപ്പ്. ത്യാഗത്തെ സൂചിപ്പിക്കുന്നു. ലൗകിക ചിന്തകളിൽ നിന്നുള്ള വേർപാടിനെ സൂചിപ്പിക്കുന്നു. ആദിയിലുണ്ടായിരുന്ന പാപവീഴ്ചയെ സൂചിപ്പിക്കുന്നു. വലിയ തേജസ്സുള്ള വസ്ത്രമാണ് ആദവിന് ഹവ്വയ്ക്ക് കൊടുത്തത്. ആണൊന്നുമില്ല. പാപം ചെയ്യുമ്പോൾ ആ തേജസ്സിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടു, ദുഃഖമായി. അതിൻ്റെ സൂചനയാണ് കറുത്തകുപ്പായം. ജനത്തിൻ്റെ പാപം ചുമക്കുന്ന ഇടയനാണ് പട്ടക്കാരൻ. യോഹന്നാൻ സാബൻ കർത്താവിനെ ചൂട്ടിക്കൊണ്ട് പറഞ്ഞില്ല, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. യോഹന്നാൻ 1:29. ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. കുഞ്ഞാട് നമ്മളവിടെ യേശു ക്രിസ്തുവിനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ആദമിനെ വെച്ചൊരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ട ആദമിനെ ഹവ്വയെ ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം അവിടെ വീഴ്ത്തി. ആ കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ്റെ മുൻകുറിയാണ്. ആ രക്തം യേശുവിൻ്റെ രക്തമാണ്. അതുകൊണ്ടാണ് നമുക്ക് മോചനം ലഭിക്കുന്നത്. അപ്പോൾ ഈ കറുത്തകുപ്പായത്തിന് വലിയ അർത്ഥങ്ങളുണ്ട്. പട്ടക്കാരെ കൂടാതെ ജഡ്ജിമാർ, വക്കീലന്മാർ, ഡിഗ്രി സ്വീകരിക്കുന്നവർക്കും ഔദ്യോഗികമായി ഈ വസ്ത്രം ധരിക്കും. ഇല്ലേ? നീതി നടപ്പാക്കേണ്ട ആള്, അതാണ് വക്കീലന്മാരും ജഡ്ജിമാരൊക്കെ. ജഡ്ജിമാരും വക്കീലന്മാരും വാദിയുടെയും പ്രതിയുടെയും സൈഡ് പിടിക്കാതെ നീതിക്ക് വേണ്ടി പോരാടുന്നവർ. പണ്ട് രാജഭരണകാലത്തൊക്കെ പ്രാദേശിക സഭയിലെ പട്ടക്കാരും മെത്രാന്മാരൊക്കെ ആ രാജാവിൻ്റെ സഭയിലെ ഉപദേശക സമിതിയിലെ ഒരു അംഗമായിരുന്നു. അങ്ങനെ ആ പട്ടക്കാർക്ക് വലിയ ഒരു സ്വാധീന ശക്തി ആ പ്രാദേശിക സഭയിലുണ്ടായിരുന്നു, ആ പ്രാദേശിക ദേശത്തുണ്ടായിരുന്നു. രാജാവ് അദ്ദേഹവുമായിട്ട് ആലോചിച്ചിട്ട് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. അത് വലിയൊരു പദവിയല്ലേ. ആ പദവിയെയും കൂടി ഈ കറുത്തകുപ്പായം സൂചിപ്പിക്കുന്നുണ്ട്. മോശ മലമുകളിലേക്ക് കയറിപ്പോയപ്പോഴാണ് കയറി പോകുന്തോറും ഇരുട്ട് കൂടി വന്നു. മോശയ്ക്ക് പേടിയൊന്നും ഉണ്ടായില്ല. അവൻ മലയുടെ അറ്റത്തോളം ചെന്നു. അവിടെ ഇരുന്നു 40 ദിവസം. കൂറ്റാക്കൂറ്റിരുട്ട. അവനൊരു പേടിയും തോന്നിയില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം അവൻ അറിഞ്ഞു, പക്ഷെ കാണാൻ പറ്റില്ല. കണ്ടാവൻ മരിച്ചു പോകും. ദൈവം കാണിച്ചു കൊടുത്തില്ല. 40 ദിവസമായി ഇരുട്ടത്ത് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, ഉപവസിച്ചു. 40 ദിവസം ഒരു മാലാഖ വഴി ഇവൻ കൊണ്ടുപോയ കൽപ്പനകളിൽ 10 കൽപ്പന എഴുതി അവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അത് പിതാവിൻ്റെ വിരൽ കൊണ്ട് എഴുതിയെന്ന് പറയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് അത് എഴുതി കൊടുത്തത്. പരിശുദ്ധാത്മാവ് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവാണ്. അവനത് വാങ്ങിച്ചുകൊണ്ട് തിരിച്ചു വന്നു. ഇപ്പം ഇവിടെ വേറെ വിഷയങ്ങളായി. ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നില്ല. ഇപ്പം പിതാവിൻ്റെ കൽപ്പന വാങ്ങാൻ
കയറിപ്പോയി മോശ. ഇവിടെ പട്ടക്കാരൻ പ്രാർത്ഥന നടത്തി കഴിഞ്ഞ്, പ്രഭാത പ്രാർത്ഥന കഴിയും, പട്ടക്കാരൻ മതബായിലേക്ക് കയറാം, കുർബാന എന്ന പട്ടക്കാരന്. ബാക്കി 7:30 പ്രാർത്ഥനയും ഉച്ചപ്രാർത്ഥനയും ഒക്കെ താഴെ നിൽക്കുന്നവരെ നടത്തിക്കൊള്ളും. മിക്കവാറും അച്ഛനെല്ലാ പ്രാർത്ഥനയും പള്ളിയിൽ വരുന്നതിന് മുമ്പേ നടത്തിയിട്ടുണ്ടാകും. മിക്ക അച്ഛന്മാരും അങ്ങനെ വരുന്നത്. ഉച്ചനമസ്കാരം കഴിഞ്ഞ വിശുദ്ധ കുർബാന ആരംഭിക്കുവാൻ പാടുള്ളൂ. അപ്പോൾ ഈ കറുത്ത ഉപ്പായം ഇട്ടുകൊണ്ട് മതബായിലേക്ക് കയറുന്ന പട്ടക്കാരൻ മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയതിനെയാണ് സൂചിപ്പിക്കുന്നത്. അവിടെ ചെന്ന് മൽക്കീസേദെക്കിൻ്റെ ക്രമവും അഹറോൻ്റെ ശുശ്രൂഷയും നടത്തിയാണ് അദ്ദേഹം വിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. ഇപ്പോൾ ഒരു ഇരുട്ടിൽ പ്രവേശിക്കുന്ന പോലെയാണെന്ന് വിചാരിച്ചോ, കുഴപ്പമില്ല, ദൈവസാന്നിധ്യം അവിടെയുണ്ട്. മൽക്കീസേദെക്കിൻ്റെ ക്രമം, അപ്പോൾ വീഞ്ഞ ക്രമപ്പെടുത്തുന്ന ക്രമം ആദ്യം ചെയ്യും, പിന്നെ കൈ കഴുകി പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടത്തി അഹറോൻ്റെ അംശവസ്ത്രങ്ങൾ ധരിക്കും, അല്ലാതെ പറ്റൂല. ഒരു പട്ടക്കാരന് പല സഭകളും പറയും മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യമാണ് ഉള്ളതെന്ന്. അല്ല, മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യവും അഹറോൻ്റെ പൗരോഹിത്യവും ഒരു യാക്കോബായ സഭയിലെ പട്ടക്കാരനുണ്ട്. കർത്താവിനും അഹറോൻ്റെ പൗരോഹിത്യം ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ അവന് ഈ ക്രൂശിലെ രക്തബലി അർപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് പട്ടക്കാരനെ അഹറോൻ്റെ അംശവസ്ത്രങ്ങൾ ധരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ പഴയ നിയമവും പുതിയ നിയമവും, പഴയ നിയമം നിഴലും പുതിയ നിയമം പൊരുളുമാണ്. പൊരുളിലേക്ക് വരികയാണ് പുതിയ നിയമത്തിലേക്ക്. പലരും ധരിക്കുന്ന അഹറോൻ്റെ ബലി പട്ടത്തും കർത്താവ് തിരിച്ചെടുത്തു എന്ന് പറയുമ്പോൾ അത് തിരിച്ചെടുക്കലല്ല. വേദവസത്തിൽ അങ്ങനെ ഒരു സൂചന ഉണ്ടെങ്കിലും അത് കുറച്ചുകൂടെ ഫലവത്തും മഹനീയവും ശ്രേഷ്ഠവും ഒരു നവീന തലത്തിലേക്കുമായിട്ടുള്ള ഒരു വിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിക്കുകയാണ്. ബലികളെ നീക്കിക്കളഞ്ഞു. ബലികളെ നീക്കിയിടും തിരുവേലി സോദൻ താൻ. ബലികൾ നീക്കാണ്. ഏത് ബലിയുടെ? മൃഗബലികൾ നീക്കിക്കളഞ്ഞ് പുതിയ ബലിയാകുന്ന വിശുദ്ധ കുർബാന കർത്താവ് സ്ഥാപിക്കുകയാണ്. അങ്ങനെ നമ്മളതിന് വ്യാഖ്യാനം. ആ പൗരോഹിത്യത്തിന് കണ്ടിന്യൂവേഷൻ ഉണ്ട്. പൗരോഹിത്യം ഒരിക്കലും നിൽക്കുന്നില്ല. പൗരോഹിത്യത്തിലേക്ക് സഭയില്ല. പൗരോഹിത്യം ഒരിക്കലും നിന്നു പോകുന്നില്ല. അത് കുറച്ചുകൂടെ ശ്രേഷ്ഠതമായി ഫലവത്തായ ഒരു നവീന തലത്തിലേക്ക് വിശുദ്ധ കുർബാന ബലി മാറ്റപ്പെടുകയാണ്. മൃഗബലികൾ അവസാനിപ്പിച്ചിട്ട് രക്തബലികളല്ലാത്ത, രക്താർപ്പിതമല്ലാത്ത ബലി എന്നാണ് വിശുദ്ധ കുർബാനയിൽ പട്ടക്കാരൻ ചെല്ലുന്നത്. അഹറോൻ്റെ പൗരോഹിത്യം അല്ലെങ്കിൽ ആ കാസായിലെ വീഞ്ഞ് രക്തമാക്കാൻ പറ്റൂല. മൽക്കീസേദെക്കിൻ്റെ പൗരോഹിത്യത്തിൽ കൂടിയാണ് തിരുശരീര രക്തങ്ങൾ അല്ലെങ്കിൽ തിരുശരീരം കർത്താവിൻ്റെ ശരീരമായിട്ട് മാറുന്നത്. അത് ക്രൂശിൽ അർപ്പിക്കപ്പെട്ട ശരീരം മാത്രമല്ല, അത് ഉയർപ്പിക്കപ്പെട്ട ശരീരവും കൂടിയാണ്. പലരുടെയും ധാരണ പഴയ ശരീരമൊക്കെ പോയി പുതിയ ശരീരം. അങ്ങനെയല്ല. ക്രൂശിൽ തൂക്കപ്പെട്ട അതേ ശരീരം തന്നെയാണ് ഉയർത്തത്. പക്ഷേ അതിന് തേജസ്കരണം വന്നു, രൂപാന്തരീകരണം വന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ ശരീരവും ക്രൂശിലെ രക്തവും നാം വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുന്നു. രക്തത്തിലാണ് ജീവൻ. രക്തം കുടിക്കാൻ പാടില്ലെന്ന് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. പക്ഷേ കർത്താവിൻ്റെ രക്തം കഴിക്കാൻ പാടില്ലെന്ന് ഒരു വേദപുസ്തകത്തിലും പറഞ്ഞിട്ടില്ല. കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും അപ്പവും വീഞ്ഞു വാഴ്ത്തിയിട്ട് ഇതെൻ്റെ ശരീരം ഇതെൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് നാം അതിൽ വിശ്വസിക്കണം. അതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ ആ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ് പട്ടക്കാരൻ മുകളിലേക്ക് കയറുന്നത്. തിയോബയ്ക്ക് കയറുമ്പോൾ തന്നെ
ഹൂസോയോ പ്രാപിക്കാറുള്ളവർ പ്രാപിച്ചു കൊള്ളണം. പിന്നെ അച്ഛനോട് ഇറങ്ങി വരാൻ പറയാൻ പറ്റൂല. ഇറങ്ങി വരണത് ശരിയല്ല. മലയിലേക്ക് കയറിപ്പോയ മോശ ആ കൽപ്പന വാങ്ങിച്ചുകൊണ്ട് മലയിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. അതുപോലെ പട്ടക്കാരൻ മദുബായിൽ കയറിയാൽ ഹൂസോയോയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വരാൻ പറയരുത്. അച്ഛനങ്ങനെ ഇറങ്ങി വരില്ല. അച്ഛനോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. ഹൂസോയോ പ്രാപിക്കേണ്ടവർ 7 മണിക്ക് മുമ്പ് തന്നെ വരണം. 40 ദിവസത്തിനുള്ളിൽ അവർ വിശുദ്ധ കുമ്പസാരം നടത്തിയിരിക്കണം. പഴയ നിയമകാലങ്ങളിൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതൻ പ്രവേശിക്കുമ്പോൾ എങ്ങനെയാണ് പ്രവേശിക്കുന്നതെന്നറിയാമോ? പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രം ധരിച്ചാണ് അദ്ദേഹം കയറുന്നത്. മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പഞ്ഞി മേലങ്കി ധരിച്ച് കയറുന്നു. ഇറങ്ങുമ്പോൾ രത്നം പതിച്ച മേലങ്കി ധരിക്കുന്നു. ഉണ്ടോ? പഞ്ഞിനൂല് കൊണ്ട് നിർമ്മിച്ച ആ പഞ്ഞി മേലങ്കി ധരിച്ചാണ് മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത്. ഇറങ്ങി വരുമ്പോഴോ രത്നഖചിതമായ രക്തം പതിച്ച കാപ്പയുമായി ഇറങ്ങി വരുന്നു. അതുപോലെ പട്ടക്കാരൻ കർത്തവ്യമായിട്ടുണ്ട്. മോളിൽ കയറും. കുർബാനയിൽ ഇറങ്ങി വരുമ്പോൾ വർണ്ണശബളമായ കാപ്പയാണ്. ചെരുപ്പ് ഈ ലോക ബന്ധത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുകയാണ്. പ്രത്യേക ചെരുപ്പാണ് പള്ളിയകത്ത് ഉപയോഗിക്കുന്നത്, നമുക്കറിയാം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. ആ പഞ്ഞി മേലങ്കി ധരിക്കുന്ന കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെയും രത്നഖചിതമായ വർണ്ണശബളമായ കാപ്പ ധരിക്കുന്നത് കർത്താവിൻ്റെ ഉയർപ്പിനെയും സൂചിപ്പിക്കുന്നു. ഒന്ന് മരണത്തെയും ഒന്ന് ഉയർപ്പിനെയും. എന്തുമാത്രം അർത്ഥങ്ങളാണ് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് പ്രത്യേകം ഓർത്തുകൊള്ളണം. അതുകൊണ്ട് കർത്തവ്യപായം അത് അനുതാപത്തിൻ്റെയും ജനത്തിൻ്റെ പാപം വഹിച്ചുകൊണ്ടാണ് പട്ടക്കാരൻ മദുബായിൽ കയറുന്നത്. അവിടെ ബലിയർപ്പിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ച് പ്രത്യേക കുർബാനയ്ക്കുള്ള ആ വഴിപാട് കുർബാനയുടെ പേരുകളൊക്കെ ത്രോണോസിൽ കുരിശ് വരച്ച് ഓർത്തുകൊണ്ടൊക്കെയാണ് അവൻ ഇറങ്ങി വരുന്നത്. ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.